ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ്. ചില പ്രത്യേക കാരണങ്ങളാൽ ജാതകവിചിന്തനം എന്ന വീഡിയോ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. അതിന് പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ്. പ്രിയ പ്രേക്ഷകർ അത് കാണുക. അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര്, സ്ഥലം, ജാതകൻ്റെ പേര്, ജനനത്തീയതി, ജനിച്ച സ്ഥലം, ജില്ല ഉൾപ്പെടെ നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം. അല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ രാഹുവിൻ്റെ പ്രത്യേക യോഗഫലത്തെക്കുറിച്ചും രാഹു ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലത്തെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. രാഹു വളരെ സൂത്രശാലിയായ ഒരു പാപഗ്രഹമാണെങ്കിൽ കൂടി ചില പ്രത്യേക ഭാവങ്ങളിലായി നമ്മുടെ ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ രാഹു ജാതകന് ദീർഘായുസ്സും ഐശ്വര്യവും നൽകും. ഈ രാഹു ജാതകനെ ഡോക്ടറാക്കി തീർക്കുകയും ചെയ്യും. ഇത് പല ജാതകങ്ങളിലും അനുഭവസിദ്ധമായ കാര്യമാണ്. ഇങ്ങനെയുള്ള രാഹു ഓരോ ഭാവത്തിൽ നിന്നുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഹു ലഗ്നത്തിൽ നിന്നാൽ ജാതകനെ എന്തെങ്കിലും ശിരോരോഗമുള്ളവനാക്കുകയും ആയുസ്സിന് കുറവ് വരുത്തുകയും ചെയ്യും. എന്നാൽ രാഹു മേടം, ഇടവം, കർക്കിടകം എന്നീ രാശികളിൽ ഏതെങ്കിലും ഒന്ന് ലഗ്നമായി അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് ദീർഘായുസ്സും സുഖവും നൽകും. ലഗ്നത്തിൽ രാഹു ഉള്ളവർ ബുദ്ധിമാന്മാരും പരോപകാര തൽപരരുമായിരിക്കും. രണ്ടാം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകനെ കടക്കാരനാക്കി തീർക്കും. ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്രണശല്യം ഉണ്ടാകുവാനും കുടുംബം ചിന്നിച്ചിതറി പോകുവാനും സാധ്യതയുണ്ട്. ഇവർ എപ്പോഴും യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നവരായിരിക്കും. ചിലപ്പോൾ അസൂയക്കാരുടെ ഏഷണിയിൽപ്പെട്ട് സർക്കാർ ശിക്ഷ പോലും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഇങ്ങനെ ദോഷങ്ങൾ ചെയ്യുമെങ്കിലും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകർ ബുദ്ധിയും ധനവും ജ്ഞാനവും സുഖവും ഉള്ളവരും സർക്കാർ ജോലി കൊണ്ട് ധനം സമ്പാദിക്കുന്നവരുമായിരിക്കും. മൂന്നാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകർക്ക് ശരീരബലവും ദീർഘായുസ്സും ഉണ്ടായിരിക്കും. ഇവർക്ക് വലിയ പ്രയാസം കൂടാതെ തന്നെ ധനം ലഭിച്ചുകൊണ്ടിരിക്കും. ഇവർ ഇവരുടെ വശീകരണ ശക്തിയാൽ മറ്റുള്ളവരുടെ സ്നേഹത്തിന് പാത്രീഭൂതരാകുന്നവരായിരിക്കും. ഇവർക്ക് ബുദ്ധി കുറവായിരിക്കുമെങ്കിലും വലിയ ഭാഗ്യവാന്മാരായിരിക്കും. ഇവർ നല്ല സഹോദരങ്ങൾ ഉള്ളവരാണെങ്കിലും സഹോദരങ്ങളുമായി വിരോധത്തിൽ കഴിയേണ്ടി വരും. ഇവർ ഒന്നിലും കുലുങ്ങാത്ത ധീരന്മാരായിരിക്കും. ഇവരുടെ കണ്ണിനോ മുഖത്തോ ചിലപ്പോൾ എന്തെങ്കിലും വൈകല്യം സംഭവിക്കാം. രാഹു നാലാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ്റെ അമ്മയ്ക്ക് ദേഹസുഖം ഉണ്ടായിരിക്കുകയില്ല. എന്നാലും അമ്മയ്ക്ക് ദീർഘായുസ്സുണ്ടായിരിക്കും. ഇവർക്ക് വായുക്ഷോഭമോ ഉദരസംബന്ധമായ മറ്റെന്തെങ്കിലും രോഗമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇവർ തൻകാര്യം മാത്രം നോക്കുന്നവരാകയാൽ ബന്ധുസുഖം കുറയും. നാലാമിടത്ത് രാഹു നിൽക്കുന്നവന് വിദ്യാതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 4-ൽ രാഹു നിൽക്കുന്നത് ദീർഘായുർ ലക്ഷണമല്ല. എന്നാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശികളിൽ നാലാം ഭാവത്തിലായി നിൽക്കുന്ന രാഹു മേൽപ്പറഞ്ഞതിന് വിപരീതമായി നല്ല ഫലങ്ങളെ നൽകും. മേടം മുതൽ കന്നി വരെയുള്ള 6 രാശികളിൽ ഏതെങ്കിലും ഒന്നിലാണ് രാഹു നാലാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ജാതകന് ഉന്നത സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യന്ത്രവാഹനങ്ങളിൽ സഞ്ചരിക്കുവാൻ ഇടവരും. 5-ാമിടത്തായി രാഹു നിൽക്കുന്ന ജാതകൻ തന്നോട് സ്നേഹമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടി വരുന്നവനായും അതുമൂലം മനോദുഃഖവും പിന്നീട് പുത്രന്മാരെ കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖവും അനുഭവിക്കേണ്ടവനായി വന്നേക്കാം. ഇവർ സ്വാർത്ഥരും തൻകാര്യം മാത്രം നോക്കുന്നവരുമാകയാൽ ബന്ധുബലം കുറയും. ഇവരുടെ മൂക്കിൽ എന്തെങ്കിലും രോഗമുണ്ടാകാം. സ്ത്രീ ജാതകത്തിലാണ് 5-ാം ഭാവത്തിലായി രാഹു നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് സന്താനപരമായ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നവളായും ഗുന്മരോഗമുള്ളവളായും തീരാം. 6-ാമിടത്ത് രാഹു നിൽക്കുമ്പോൾ ജനിക്കുന്നവർ ദീർഘായുസ്സുള്ളവരും ദേഹബലവും ബുദ്ധിശക്തിയുമുള്ളവരും ധനസമൃദ്ധിയോടുകൂടിയവരുമായിരിക്കും. ഇവർക്ക് ശത്രുക്കൾ കുറവായിരിക്കും. ലോകതന്ത്രങ്ങളിൽ ഇവർ വിദഗ്ധരായിരിക്കും. അമ്മ വഴിയുള്ള ബന്ധുക്കൾ
അഥവാ അമ്മാവന്മാർ മുതലായ ബന്ധുക്കളുമായി സ്നേഹക്കുറവുള്ളവരും അർശസംബന്ധമായതോ കുടൽ സംബന്ധമായതോ ആയ രോഗത്താൽ പീഡിതരാകുവാനും സാധ്യതയുണ്ട്. 7-ാമിടത്ത് രാഹു നിന്നാൽ കളത്രത്തിന് ദോഷം ചെയ്യും. എന്നാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശികൾ 7-ാം ഭാവമായി ഭവിച്ച് അവിടെയാണ് രാഹു നിൽക്കുന്നതെങ്കിൽ കളത്രദോഷം ഉണ്ടാവുകയില്ല. എങ്കിലും കളത്രവുമായി വേർപെട്ട് നിൽക്കേണ്ടതായി വരാം. ഇവർ സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്നവരാകാം. ഇവർ സ്ത്രീ സംബന്ധമായി ധനം ദുർവ്യയം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പുത്രന്മാർ കുറവായിരിക്കും. എന്നാലും 7-ൽ രാഹു ഉള്ളവർ എല്ലാ കാര്യങ്ങളിലും സമർത്ഥരായിരിക്കും. ഇവരുടെ കാലിൽ വാതത്തിൻ്റെ ഉപദ്രവം ഉണ്ടായേക്കാം. സ്ത്രീ ജാതകത്തിലും 7-ൽ രാഹു നിന്നാൽ ഭർത്തൃദോഷമുണ്ടാകും. അതല്ല എങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായിത്തീരാം. എന്നാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഇവയിലൊന്നിൽ 7-ാം ഭാവത്തിലായാണ് രാഹു നിൽക്കുന്നതെങ്കിൽ ഭർത്തൃദോഷം ഉണ്ടാക്കുകയില്ല. നേരെ മറിച്ച് ജാതക പതിവ്രതയും പരിശുദ്ധയുമായിരിക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ വേർപെട്ട് ജീവിക്കേണ്ടതായി വന്നേക്കാം. ഭർത്താവ് പരസ്ത്രീശക്തനായി തീരാം. 7-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലം സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ശോഭനകരമാണ്. 8-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ പ്രഭുക്കന്മാരാലും വിദ്വാൻമാരാലും വന്ദിക്കപ്പെടുന്നവനും ശ്രേയസ്സുള്ളവനുമായിരിക്കും. എന്നാൽ ഇവർക്ക് ആയുർബലം കുറയാനും അപവാദം കേൾക്കാനും സാധ്യതയുണ്ട്. പുത്രധനാദികൾക്ക് കുറവുണ്ടാകാം. തൻ്റെ ജീവനോപായമായ കർമ്മത്തിൽ നിന്നും ഇവർ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കാം. ഇവർ തുടർച്ചയായി ഒരു തൊഴിലും ചെയ്യുകയില്ല. ധാരാളം വ്യവഹാരം നടത്തി അതിലൊക്കെ വിജയം വരിക്കും. ഇവരുടെ കാലിൽ എന്തെങ്കിലും ഒരു രോഗം സ്ഥായിയായി ഉണ്ടായിരിക്കാം. ഇവർ എപ്പോഴും എന്തെങ്കിലും ബുദ്ധി കൊണ്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒന്നിലും പൂർണ്ണമായ ഫലം കിട്ടുകയില്ല. ഇവർക്ക് സാഹിത്യത്തിൽ വാസനയുണ്ടാകാം. ഇവർ ഡോക്ടറോ വൈദ്യനോ ആയിത്തീരാനും സാധ്യതയുണ്ട്. അഷ്ടമത്തിൽ രാഹു നിന്നാൽ കളത്രദോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 9-ാമിടത്ത് രാഹു നിൽക്കുന്ന ജാതകന് പിതാവിനോട് സ്നേഹക്കുറവുള്ളവനും ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്തവനും മുൻകോപിയുമായിത്തീരും. എന്നാൽ 9-ാമിടത്തെ രാഹു ജാതകന് ഉയർന്ന പദവിയോ സ്ഥാനമോ നേടിക്കൊടുക്കും. ധനവും കീർത്തിയും സിദ്ധിക്കും. ഇവർ എല്ലാ കാര്യത്തിലും ബുദ്ധിമാനും സമർത്ഥനുമായിരിക്കും. ഉയർന്ന ശാസ്ത്രവിദ്യാഭ്യാസം നേടുകയും അനവധി ഭൃത്യജനങ്ങളോ കീഴ് ജീവനക്കാരോ ഇവരുടെ കീഴിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. 9-ാമിടത്ത് നിൽക്കുന്ന രാഹുവിനെ ചൊവ്വയോ ശനിയോ നോക്കിയാൽ സന്താനയോഗം കുറവായിരിക്കും. എന്നാൽ ഈ രാഹുവിനെ ശുഭൻ വീക്ഷിച്ചാൽ കാലാന്തരത്തിൽ സന്താനമുണ്ടായേക്കാം. ഇവർ ഭാര്യ വീട്ടിൽ ധാരാളം ധനം ചിലവ് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുന്നവരായിരിക്കാം. ഇവർ മദ്യപാനികളാകുവാനും സാധ്യതയുണ്ട്. 10-ാമിടത്ത് രാഹു നിൽക്കുന്ന ജാതകൻ ഒരു ഡോക്ടറോ വൈദ്യനോ വൈദ്യവിഷയവുമായി ബന്ധപ്പെട്ട ആളോ ആകാൻ സാധ്യത ഏറെയാണ്. പല ജാതകങ്ങളുടെയും നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമായതാണ് ഇക്കാര്യം. രാഹു 10-ാം ഭാവത്തിൽ ഒറ്റയ്ക്ക് നിന്നാലാണ് കൂടുതൽ ഫലം ചെയ്യുക. ഇവർ നല്ല ശസ്ത്രക്രിയാ വിദഗ്ധരായ ഡോക്ടറാകുവാനും സാധ്യതയുണ്ട്. 10-ാം ഭാവത്തിലെ രാഹുവിന് പ്രത്യേകമായൊരു യോഗബലമുണ്ട്. ഇവർ ദീർഘായുസ്സുള്ളവരും ഐശ്വര്യമുള്ളവരുമായിരിക്കും. ഇവർ അന്യർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും തൽപരരാകും. അവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളുമായിരിക്കും. ഇവർ മദ്യപാനത്തിൽ ഏർപ്പെട്ട് ധനം ദുർവ്യയം ചെയ്യുവാനും സ്ത്രീ വിഷയത്തിൽ തൽപരരും പുത്രന്മാർ കുറവുള്ളവരുമായിരിക്കും. 10-ാമിടത്ത് രാഹു നിൽക്കുന്ന ജാതകൻ കീർത്തിയും കർമ്മപുഷ്ടിയുമുള്ളവനായിരിക്കും. 11-ാമിടത്ത് രാഹു നിൽക്കുന്ന ജാതകന് തന്നേക്കാൾ താണവരിൽ നിന്നോ അന്യജാതിക്കാരിൽ നിന്നോ ധനം സിദ്ധിക്കും. ഇവർ അഭിമാനികളായി ഭൃത്യന്മാരുമായി സഞ്ചരിക്കുവാനിടവരും. ഇവർക്ക് പുത്രന്മാർ കുറവായിരിക്കുമെങ്കിലും അവരിൽ നിന്നുമുള്ള ധനഭാഗ്യാദികൾ വേണ്ടുവോളം ലഭിക്കും. വളരെ ബുദ്ധിമാനും സമ്പത്തും ബന്ധുബലവും ഐശ്വര്യവും ദീർഘായുസ്സും ഉള്ളവൻ ആയിത്തീരും. ഇവരുടെ ചെവിക്ക് എന്തെങ്കിലും ചെറിയ തകരാർ ഉണ്ടാകാം. ഇവർ ആരുടെ മുന്നിലും വിനയാന്വിതരായി പെരുമാറും. അന്ത്യകാലത്ത് സന്തോഷകരമായി സുഖമരണത്തെ പ്രാപിക്കുകയും ചെയ്യും. 12-ാമിടത്ത് രാഹു നിന്നാൽ ആരുമറിയാതെ പാപകർമ്മങ്ങൾ ചെയ്യും. ഇവർ സഞ്ചാരം ചെയ്ത് ധനം നഷ്ടപ്പെടുന്നവരായിരിക്കുമെങ്കിലും അന്യനാട്ടിൽ നിന്നും ധനലാഭം സിദ്ധിക്കുന്നവരായിരിക്കും. ഇവർ നീർദോഷം മുതലായ രോഗങ്ങളാൽ പീഡിതരാകാനുള്ള സാധ്യതയുണ്ട്. അവിചാരിതമായി ചിലപ്പോൾ ധനവ്യയം സംഭവിക്കാം. രാഹു ശനിയോടോ കുജനോടോ യോഗം ചെയ്ത് 12-ാമിടത്ത് നിന്നാൽ ചിലപ്പോൾ സർക്കാർ ശിക്ഷയ്ക്ക് വിധേയനാകാനും സാധ്യതയുണ്ട്.
ഇതൊക്കെയാണ് രാഹു ഓരോ ഭാവങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ. രാഹു പാപഗ്രഹമാണെങ്കിലും ജാതകത്തിൽ നല്ല ഭാവത്തിലും നല്ല രാശിയിലും നിന്നാലും യോഗകാര ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിന്നാലും ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുന്നവനാണ്. ഈ ഫലങ്ങളിൽ ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പിനനുസരിച്ചും ചാരവശാലുള്ള ഫലങ്ങൾക്കനുസരിച്ചും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാവുന്നതാണ്. ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യ ചോദ്യം സൂര്യൻ മിഥുനത്തിൽ എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തു നിന്നും രാജലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കി പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. പ്രേക്ഷകയ്ക്ക് 2/10/2008 മുതൽ 1/10/2025 വരെ ബുധദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 23/1/2023 മുതൽ 1/10/2025 വരെ ബുധദശയിലെ ശനിയുടെ അപഹാര സമയമാണ്. ബുധന് ത്രികോണാധിപത്യമുണ്ടെങ്കിലും അതിൻ്റെ കൂടെ അഷ്ടമാധിപത്യവും മൗഢ്യവും ഉള്ളത് കാരണം ബുധദശ ഗുണദോഷ സമ്മിശ്ര ഫലത്തെ നൽകും. ദോഷശാന്തിക്കായി ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. 1/10/2025 6 മാസം മുമ്പ് മുതൽ ദശാസന്ധി സമയമായതിനാൽ ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയാർച്ചന നടത്തുക. രണ്ടാമത്തെ ചോദ്യം കീർത്തികൾക്കും കാർത്തിക എന്ന വീഡിയോയിൽ എറണാകുളത്തു നിന്നും സിനിരാജാണ് ചോദിച്ചിരിക്കുന്നത്. ജോലിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ലഗ്നാൽ കർമ്മസ്ഥാനത്ത് ഗുളികസ്ഥിതിയാണ് കാണുന്നത്. അത്ര എളുപ്പം ജോലി കിട്ടുന്ന ഒരു ജാതകമല്ല. എങ്കിലും ചന്ദ്രാൽ കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി വരുന്നതിനാൽ അലസതാ മനോഭാവം ഉപേക്ഷിച്ച് നല്ലതുപോലെ ശ്രമിച്ചാൽ ജോലി കിട്ടാവുന്നതേയുള്ളൂ. കർമ്മസ്ഥാനാധിപൻ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യം കൂടെയുണ്ട്. അതിനാൽ ജോലി കിട്ടുന്നതിന് വേണ്ടി നാഗരാജ ക്ഷേത്രത്തിൽ ഗുളികപ്രീതികരങ്ങളായ പൂജകൾ നടത്തി ജോലിക്ക് ശ്രമിക്കുക. 10/11/2022 മുതൽ 9/11/2041 വരെ ശനിദശാസമയമാണ്. ശനി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുറേയൊക്കെ ഗുണഫലവും എന്നാൽ വ്യയസ്ഥാനാധിപത്യവും ചന്ദ്രനുമായുള്ള യോഗവും കാരണം മാനസിക വിഷമതകളും ധനത്തിനു വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം. ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്ര ദർശനവും അരയാൽ പ്രദക്ഷിണവും നീരാഞ്ജന വഴിപാടും നടത്തുക. മൂന്നാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നിന്നും കൃഷ്ണകുമാറാണ് ചോദിച്ചിരിക്കുന്നത്. കുട്ടിയുടെ യോഗങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാണ് ചോദ്യം. ഈ ജാതകത്തിൽ ലഗ്നാധിപനായ ശുക്രൻ മാളവ്യ യോഗമെന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലും ശരഭയോഗത്തിലും ഉച്ചാംശകത്തിലുമായി നിൽക്കുന്നത് വളരെ നല്ല ഗുണം ചെയ്യും. എന്നാൽ ഈ യോഗങ്ങളുടെ കൂടുതൽ ഫലം അനുഭവത്തിൽ വരേണ്ട ശുക്രദശാസമയം കുട്ടിയുടെ 2.25 വയസ്സ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മറ്റ് ദശാസമയങ്ങളിൽ ശുക്രൻ്റെ അപഹാര സമയങ്ങളിൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. അതുകൂടാതെ വ്യാഴം ഈ ജാതകത്തിൽ നീചഭംഗ രാജയോഗത്തിലാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാസ്ഥാനാധിപനും ബുദ്ധിസ്ഥാനാധിപനും വിദ്യാകാരകനുമായ ബുധൻ കർമ്മഭാവത്തിലായി മൗഢ്യം കൂടാതെയും സ്വക്ഷേത്രാംശകത്തിലും ഷഡ്വർഗ ബലത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ വിദ്യാസ്ഥാനത്ത് രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ വിദ്യാതടസ്സം ഉണ്ടാകാതെ കുറച്ച് സൂക്ഷ്മത വേണം. രാഹു ശിവക്ഷേത്രത്തിൽ തനിച്ച് നിൽക്കുന്നതിനാൽ കൂടുതൽ ദോഷം ചെയ്യില്ല. കഴിവതും കടം വാങ്ങാതെയും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽപ്പെടാതെയും സൂക്ഷിക്കുക. 2/7/2022 മുതൽ 1/7/2028 വരെ ഇഷ്ടഭാവത്തിലും അതിബന്ധുക്ഷേത്രത്തിലുമായി നിൽക്കുന്ന ആദിത്യൻ്റെ മഹാദശയായതിനാൽ തരക്കേടില്ലാത്ത സമയമായിരിക്കും. ഈ സമയം പിതാവിന് ഉയർച്ചയും ഗൃഹനിർമ്മാണമോ പുതുക്കിപ്പണിയലോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.